ഞാനൊരു വീഡിയോ കേൾപ്പിച്ചു തരാം സാറേ. കോൺഗ്രസിൽ തർക്കമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത്. ഞാൻ പറയാണ് ഒരു തർക്കമില്ല. പിന്നെ കോൺഗ്രസിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളുകൾ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ അരടസം പേരുണ്ടാവും. ഞങ്ങളുടെ അഭിമാനമാണ്. അങ്ങനെ ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ 5-6 പേരുണ്ടെന്ന് പറഞ്ഞാൽ അത് നല്ലതല്ലേ? അത്രയും വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് കോൺഗ്രസിൽ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. പിന്നെ എന്തെങ്കിലും തർക്കം വന്നാൽ ഞങ്ങൾ സംസാരിച്ച് തീർക്കാവുന്ന തർക്കമുള്ളൂ. ഏത് തർക്കം വന്നാലും അതൊന്ന് തീർത്താൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് തീർക്കും. ഇത്രയേ ഉള്ളൂ, അത്ര കാര്യമുള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാന്ന് അടുത്ത ദിവസങ്ങളൊന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമായിരിക്കും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും. കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ലേ, കേരളത്തിലെ മുഴുവൻ 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ എം പിനെയോ എം എൽ എനെയോ AICC ജനറൽ സെക്രട്ടറിനെയോ അല്ലെങ്കിൽ ഇനി പ്രതിപക്ഷ നേതാവിനെയോ ആരെ വേണേലും മുഖ്യമന്ത്രി ആക്കിക്കോളൂ. പക്ഷേ കേരളത്തിലൊരു മുഖ്യമന്ത്രി വേണമല്ലോ അല്ലേ? കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്നടങ്കം ഇന്നത്തെ വൈകുന്നേരം 7 മണിക്ക് ഈ ദീപാദാസ് മുൻഷിയുടെ മുഖത്തേക്ക് നോക്കിക്കാണ് മാധു പറഞ്ഞ പോലെ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് വരെ പിരിമുറുക്കായിപ്പോയി. കാരണം ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാൻ ആകാംക്ഷ കൊണ്ടാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ളതാണ്. അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ, ഇന്ത്യയിൽ കോൺഗ്രസിന് ഹൈക്കമാൻഡ് ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.